ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കോഡ് സെറ്റിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. മെയിനായിട്ടും ഈ ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫാബ്രിക് ഡെൽറ്റ ക്രഷ് ആണ് കേട്ടോ. ഇത് 3 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക് കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 58 ഇഞ്ചസ് ആണ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിട്ടുള്ളത് 80 റുപ്പീസ് ആയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം തിക്നെസ് ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. എന്നാലും ഞാനിതിന് യോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ലൈനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ യോക്കിന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 15 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ ആ ഒരു 15 ഇഞ്ചസിൻ്റെ ആ ഒരു പോർഷന് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടാണ് നമുക്ക് ഈ 3 മീറ്റർ ഒന്നായിട്ട് പിടിച്ച് കട്ട് ചെയ്തെടുക്കുന്നതിന് പകരം ആ ഒരു 15 ഇഞ്ചസ് ലെങ്ത്തിൽ എടുത്തിട്ട് യോക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇനി ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 7.5 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ ആം ഹോൾ ലെങ്ത്തും എടുക്കുന്നത് 7.5 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇതിനെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ കർവും കൂടെ ഒന്ന് വരച്ചെടുക്കാം. അടുത്തതായിട്ട് ഇനി എടുക്കുന്നത് ചെസ്റ്റ് ലെങ്ത്ത് ആണ്. ചെസ്റ്റ് ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 9 ഇഞ്ചസ് ആണ്. അതിലേക്ക് സീം അലവൻസ് കൂടി കൂട്ടിയിട്ട് 10 ഇഞ്ചസ് ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. യോക്കിൻ്റെ താഴെ ഭാഗത്തും ഒരു 1/2 ഇഞ്ചസ് മൈനസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിനേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള നെക്കിൻ്റെ ആ ഒരു പാറ്റേൺ വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പറിലാണ് കേട്ടോ ആദ്യമേ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു കോളർ നെക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചസ് ആണ്. അതുപോലെ ആ ടോട്ടൽ നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചസ് ആയിരുന്നല്ലോ. ആ 15 ഇഞ്ചസ് മുഴുവനായിട്ട് ഞാനിതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഡീപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 3 ഇഞ്ചസ് ഞാൻ ആദ്യം മാർക്ക് ചെയ്തെടുത്തു. പിന്നെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് 4 ഇഞ്ചസിൻ്റെ അവിടെയും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് ആ ഒരു മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു 3 ഇഞ്ചസിൻ്റെ അവിടേക്കും ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് താഴേക്കും ആ ഒരു ഓപ്പണിംഗ് വരുന്നത് പോലെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ അങ്ങോട്ടും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അപ്പോൾ ഞാനിതിൻ്റെ സെയിം മെത്തേഡിൽ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം മെഷർമെൻറ്റ്സ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു നെക്ക് പാറ്റേൺ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു കോളർ പോലെ ഫീൽ ചെയ്യുമെങ്കിലും ഇതൊരു പെർഫെക്റ്റ് കോളറായിട്ടല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു കോളറിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും ചെയ്യും. എന്നാൽ നമുക്കൊരു വി ഷേപ്പ് നെക്കിൻ്റെ ആ ഒരു പാറ്റേൺ കിട്ടും ചെയ്യും. ആ ഒരു പാറ്റേണിലാണ് കേട്ടോ ഈ ഒരു നെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യോക്കിന് വേണ്ടിയിട്ട് ലൈനിങ് പീസും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മാർക്ക് ചെയ്തതിൻ്റെ ഇതിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം.
ഇതിൽ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കോർണറിലും ചെറിയൊരു കട്ടിട്ടിട്ട് നമുക്ക് മറിച്ചിട്ടെടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ കട്ടിട്ടും കൂടി എടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ ഡീപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6.5 ഇഞ്ചസാണ് നെക്കിൻ്റെ ഡീപ്പായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതും അവിടെ മുതൽ ഇതുപോലെ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു കോളറിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് പോലെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഒരു സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ആ ഒരു മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ നല്ല വശവും കറക്റ്റാക്കി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഷോൾഡറാണ് തയ്ച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കോഡ് സെറ്റിൻ്റെ നെക്ക് ഡിസൈൻ മാത്രമാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കോഡ് സെറ്റിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കോഡ് സെറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.